കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റുന്നവരാണ് മലയാളികൾ. ലോകകപ്പ് കാലമായാൽ നമ്മുടെ നാട്ടിൻപുറങ്ങൾ ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ഫ്ലക്സുകൾ കൊണ്ട് കൊടിതോരണങ്ങൾ കൊണ്ടും നിറയും. മെസ്സിക്കും റൊണാൾഡോയ്ക്കും നെയ്മറിനും നമ്മൾ ഉറക്കമൊഴിച്ച് കാത്തിരിക്കാറുണ്ട്. എന്നാൽ സ്വന്തം നാട്ടിൽ നിന്നൊരാൾ, അതും നമുക്കിടയിൽ നിന്നുള്ള ഒരു മലയാളി പയ്യൻ ലോകകപ്പ് മൈതാനത്ത് പണ്ട് തട്ടുന്നത് കാണുക എന്നത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. അതെ, ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി ഇടം പിടിച്ചിരിക്കുന്നു. ഖത്തർ ദേശീയ ടീമിന്റെ കുപ്പായത്തിൽ 2026 ലോകകപ്പിൽ പന്തു തട്ടാൻ ഒരുങ്ങുന്നത് മറ്റാരുമല്ല, തലശ്ശേരിയുടെ സ്വന്തം തഹസീൻ മുഹമ്മദ് ജംഷീദ്. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവതാരം ഇന്ന് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാന ചരിത്രത്തിൻ്റെ സുവർണ്ണ ലിപികളിൽ തൻ്റെ പേര് എഴുതി ചേർത്തിരിക്കുകയാണ്. ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ കണ്ണൂരിൽ നിന്നാണ് തഹസീലിലേക്കുള്ള ഫുട്ബോൾ പാരമ്പര്യം ഒഴുകിയെത്തുന്നത്. തലശ്ശേരി സ്വദേശിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ ഫുട്ബോൾ താരമായ ജംഷീദിൻ്റെയും കണ്ണൂർ വളപ്പട്ടണം സ്വദേശിനി ഷൈമയുടെയും മകനാണ് തഹസീൻ. അച്ഛനിൽ നിന്ന് ലഭിച്ച ഫുട്ബോൾ ജീനുകൾ തഹസീൻ്റെ സിരകളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. തഹസീൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഖത്തറിലാണ്. ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന് വലിയ കരുത്തായി. ചെറുപ്പത്തിൽ തന്നെ കാൽപന്തിനെ സ്നേഹിച്ചു തുടങ്ങിയ ആ കുട്ടി ഖത്തറിലെ മികച്ച പരിശീലന സൗകര്യങ്ങളുടെ തൻ്റെ പ്രതിഭയെ മിനുക്കിയെടുത്തു. പ്രവാസ ലോകത്ത് കഴിയുമ്പോഴും ഫുട്ബോളിനുള്ള അഭിനിവേശം അവനെ എപ്പോഴും മൈതാനങ്ങളിൽ പിടിച്ചുയർത്തി. ഒരു മലയാളി എന്ന നിലയിൽ നിന്നും ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വേദിയിലേക്കുള്ള ആ വലിയ യാത്ര തുടങ്ങുന്നത് ആ കൊച്ചു കാൽപാദങ്ങളിലൂടെയായിരുന്നു. ഖത്തറിലെ പ്രാദേശിക ക്ലബ്ബുകളുടെയായിരുന്നു തഹസീൻ്റെ തുടക്കം. എന്നാൽ അവൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. വെറും 17-ാം വയസ്സിൽ തന്നെ പ്രശസ്തമായ അൽ ദുഹൈൽ ക്ലബിനായി അവൻ ബൂട്ടണഞ്ഞു. അതൊരു ചെറിയ നേട്ടമായിരുന്നില്ല. ഖത്തറിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നിൻ്റെ സീനിയർ ടീമിൽ ഒരു ഇന്ത്യൻ വംശജൻ കളിക്കുക എന്ന വലിയൊരു വാർത്തയായിരുന്നു. തുടർന്ന് ഖത്തർ സ്റ്റാർസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ എന്ന ചരിത്ര നേട്ടവും തഹസീൻ സ്വന്തമാക്കി. ക്ലബ് ഫുട്ബോളിലെ ഈ തകർപ്പൻ പ്രകടനം തഹസീന് ഖത്തർ ടീമിലേക്കുള്ള വാതിലുകൾ തുറന്നുകൊടുത്തു. ഖത്തർ അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19 എന്നീ ഏജ് ഗ്രൂപ്പ് ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ മലയാളി പയ്യന് സാധിച്ചു. കളിക്കളത്തിലെ അവിശ്വസനീയമായ വേഗത, പന്തടക്കത്തിലെ മികവ്, കണിശതയുള്ള പാസുകൾ എന്നിവ തഹസീനെ പരിശീലകരുടെ പ്രിയപ്പെട്ടവനാക്കി മാറ്റി. എന്നാൽ ഈ കരിയറിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2026 ഫിഫ ലോകകപ്പിനായുള്ള ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തഹസീൻ്റെ പേരുണ്ടാകുമോ എന്ന ആകാംക്ഷയിലായിരുന്നു ഫുട്ബോൾ ലോകം. സ്പെയിനിൻ്റെയും പ്രശസ്ത ക്ലബ്ബായ റയൽ മാഡ്രിഡിൻ്റെയും മുൻ പരിശീലകനായിരുന്ന ഇതിഹാസ കോച്ച് ജൂലൻ ലോപ്പറ്റഗുയി ആണ് ഇപ്പോൾ ഖത്തർ ടീമിൻ്റെ പരിശീലകൻ. അനുഭവ സമ്പത്തുള്ള വലിയ താരങ്ങളെക്കാൾ അദ്ദേഹം വിശ്വസിച്ചത് ഈ യുവതാരത്തിൻ്റെ പ്രകടനത്തിലായിരുന്നു. സെബാസ്റ്റ്യൻ സൂര്യയെയും താരക് സൽമാനെയും പോലുള്ള മുൻനിര സീനിയർ താരങ്ങളെ ഒഴിവാക്കിയാണ് ലോപ്പറ്റഗുയി ലോകകപ്പ് സ്ക്വാഡിലേക്ക് നമ്മുടെ തഹസീനെ തിരഞ്ഞെടുത്തത്. ലോകോത്തര നിലവാരമുള്ള ഒരു പരിശീലകൻ തഹസീനിൽ അർപ്പിച്ച വിശ്വാസം എത്രത്തോളമുണ്ടെന്ന് ഈ ഒരൊറ്റ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാണ്. ഒരുപാട് മികച്ച പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഖത്തർ ടീമിൽ ഒരു 19-കാരൻ തൻ്റെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ അവൻ്റെ അധ്വാനവും കഴിവും എത്രത്തോളം വലുതായിരുന്നുവെന്ന് ചിന്തിച്ചു നോക്കുക. തഹസീൻ മുഹമ്മദ് ജംഷീദ് എന്ന പേര് ഇതിനോടകം ഫുട്ബോൾ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. ഇതൊരു വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ മാത്രം നേട്ടമല്ല, വലിയ സ്വപ്നങ്ങൾ കാണാൻ കൊതിക്കുന്ന നമ്മുടെ നാട്ടിലെ ഓരോ യുവ കായിക താരങ്ങൾക്കും ഇതൊരു വലിയ പ്രചോദനമാണ്. കേരളത്തിൻ്റെ കളിമുറ്റങ്ങളിൽ നിന്ന് ലഭിച്ച ഫുട്ബോൾ പാരമ്പര്യവുമായി പ്രവാസ ലോകത്ത് വളർന്ന് ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കുന്ന തഹസീന് മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥനകളും പിന്തുണയും ഉണ്ടാകും.